ദേ തടിയനെ കണ്ടോ? വേറെ ആരുമല്ല, അത് ഞാൻ തന്നെയാണ്. അതിൻ്റെ ഒരു 7 ദിവസത്തിന് ശേഷം ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോൾ ഹായ് ഗൈസ്, നമ്മളൊരു 21 ഡേയ്സ് ചലഞ്ച് സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ ഡേ 7 ആണെന്ന്. ആൻഡ് നമ്മളെ പ്ലാൻ വേറൊന്നുമല്ല, ഇഞ്ചുറി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 21 ഡേയ്സ് കൊണ്ട് മാക്സിമം പോയ മസിൽ ലോസ് എല്ലാം തിരിച്ച് റീഗെയിൻ ചെയ്യണം. അതുമാത്രമല്ല, കാര്യങ്ങൾ ഒട്ടും ഈസി അല്ല. കാരണം ഇതൊരു നോർമൽ ട്രാൻസ്ഫോർമേഷൻ പോലെ അല്ല. ഞാനൊരു 3 months ആയിട്ട് കംപ്ലീറ്റ് ബ്രേക്ക് എടുത്തിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത്. സോ അതിൻ്റെതായ സ്ട്രെങ്ത് ലോസ്, അതുപോലെ തന്നെ ഹെവി സോർനെസ് അതെല്ലാം എനിക്കുണ്ട്. ആൻഡ് പോരാത്തതിന് ഫൈനൽ ഇയർ മെഡിക്കൽ സ്റ്റുഡൻറ്റും കൂടെ ആയതുകൊണ്ട് എന്തായാലും ലൈഫിൽ ഫുൾ ഫ്രീഡം ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആൻഡ് നമ്മൾ ഈ ചാലഞ്ചിൽ മെയിൻലി നമുക്ക് പണി തരാൻ പോണ ലോവർ ബോഡിയാണ്. കാരണം ഞാൻ ലെഗ് ട്രെയിൻ ചെയ്യുന്നത് തന്നെ ഫസ്റ്റ് ആയിട്ട് ഈ ലാസ്റ്റ് ഡേയിലാണ്. ആൻഡ് ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എൻ്റെ ബോഡി എനിക്ക് ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ഈ ഒരു 1 week കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാമായിരുന്നു. ബട്ട് ഞാൻ എൻ്റെ ഡയറ്റിൽ ഒട്ടും സഫർ ചെയ്തിട്ടില്ല. ഞാൻ മാക്സിമം എൻജോയ് ചെയ്താണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. സ്റ്റിൽ ദർ ഇസ് എ ബിഗ് അഡ്വാൻറ്റേജ്. കാരണം ഇത് സസ്റ്റൈനബിൾ ആണ്. ഇത് ലോങ് ടേമിൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഈ ഒരു ലൈഫ് സ്റ്റൈൽ. സോ ഈ ഒരു 7 days ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻലി ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചോ. ആൻഡ് ഡേ 7 എന്ന് കമന്റ് ചെയ്തോ. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു 1 week ഫോളോ ചെയ്ത പ്രോട്ടോകോൾ ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്ത് തരാം. ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് തിരിച്ച് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് അത് മാത്രമല്ല, ഡെയിലി അപ്ഡേറ്റ്സ്, എസ്പെഷ്യലി നമ്മളെ ഡയറ്റിന്റെ കാര്യത്തിലുള്ള ഓരോ അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനൽ ജോയിൻ ചെയ്തോ. അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ അപ്പോൾ ഫോളോ ചെയ്ത് വെച്ചോ. നമുക്കൊരു 2 weeks കൊണ്ട് എത്രമാത്രം നാച്ചുറലി ബോഡി ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം.